ശ്രീ വി എൻ വാസവൻ, ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിവാദമായതാണ്. കഴിഞ്ഞ ദിവസം താങ്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. അഡ്വക്കേറ്റ് കെ ബി പ്രദീപിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റും, മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. താങ്കളുടെ പ്രതികരണം? അദ്ദേഹത്തെ മാറ്റാതെ ഒരു ഇഞ്ച് ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രൂപത്തിൽ ബഹുജനരോക്ഷം വളർന്നു വന്നിട്ടുള്ള ജനാഭിപ്രായം വളർന്നു വന്നു. മാറ്റിയത് കൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല. അതിന്റെ പിന്നിൽ നിയമിക്കാനിടയായ പ്രചോദനവും അതിന്റെ പിന്നിലെ ദുരൂഹതയും ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഗവൺമെന്റ് ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ളവരാണ്. കാരണം ഈ പ്രശ്നത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നത് 39 ദിവസത്തോളം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൈവശം വെച്ചിരുന്നയാളാണ് ശ്രീ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO. അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വക്കീലായി കോടതിയിൽ വന്ന് ജാമ്യത്തിന് വേണ്ടി വാദിച്ചത് ഈ പറയുന്ന പ്രദീപാണ്. ആ പ്രദീപ് എന്ന് ഉന്നയിച്ചതും ചാനലുകൾ കൊടുത്ത അഭിമുഖത്തിൽ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് സാധാരണഗതിയിൽ ചെമ്പ് പൂശിയ പാളികളൊന്നും എടുത്ത് സ്വർണം പൂശുന്ന വർക്ക് ഏറ്റെടുക്കാറില്ല. അതേ സമയത്ത് അവർ പുതിയതിന് മാത്രം പൂശി കൊടുക്കുന്ന ദൗത്യമാണ് നിർവഹിക്കുക എന്ന് വാദിച്ച ആളാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പ്രത്യേക പോസ്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് വെക്കുമ്പോൾ ഈ കേസ് നാളുകളിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പൊ SIT അതിന്റെ പൂർണ്ണമായ ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതികളിലേക്ക് വരികയാണ്. കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്കും വരും. അപ്പൊ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ എന്തോ മറയ്ക്കാനുണ്ട് എന്ന രൂപത്തിലേക്ക് എത്തുന്ന ശൈലികൾക്ക് നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് പ്രതിഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വക്കീലിനെ ഗവൺമെന്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് നീക്കം നടത്തുന്നു. അതിൽ വലിയ ദുരൂഹതയുണ്ട്. ആ പ്രതിയെ രക്ഷിക്കുക എന്നതും അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വീണ്ടും നിൽക്കുന്ന ഒട്ടേറെ ദുരൂഹതകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അതിന്റെ ഒരു ഭാഗമായി എന്ന് ആരെങ്കിലും കണ്ടാൽ ആർക്കും സംശയിക്കാനാവില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം മറ്റൊന്നുമായിരുന്നില്ല, സ്വർണം കട്ടവനും അതുപോലെ സ്വർണം വാങ്ങിയവനും ഒന്നിച്ച് Z കാറ്റഗറി സെക്യൂരിറ്റിയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ എത്തി? ആ ചോദ്യം അന്ന് ഉന്നയിച്ചിട്ട് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി പലവട്ടം വന്ന് പിണറായിനെ ആക്ഷേപിച്ചിട്ടും ഈ കാര്യത്തിനൊരു മറുപടി പറഞ്ഞില്ല. ഇപ്പൊ പകൽ പോലെ തെളിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. ഈ വിഷയം ആദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസിൽ 2025 സെപ്റ്റംബർ 17 പീഡം കാണാനില്ല എന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ വാർത്ത വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് വിജിലൻസ് പെട്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ 19 നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ കേന്ദ്ര പ്രമേയം കൊണ്ടുവന്നു. 20 സംഗമം നടക്കുന്നത്. 27 തീയതി എത്തുമ്പോഴേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുത്തു. കാണാനില്ലെന്ന് പറഞ്ഞ പീഠം. അപ്പോൾ എത്ര വലിയ രൂപത്തിലുള്ള പ്ലാനോട് കൂടിയാണ് ആ കാര്യങ്ങൾ നീങ്ങിയത് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ നാൾവഴികൾ പരിശോധിച്ചാൽ മതി. പിന്നീട് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതുമായി ഇദ്ദേഹം തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് 39 ദിവസം അവരുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കൊണ്ട് പല വീടുകളിൽ കൊണ്ടുപോയതായിട്ട് നമ്മൾ സിനിമാ നടന്റെ വീട്ടിൽ പോയി കൊണ്ടുപോയി നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, ബാംഗ്ലൂരിൽ കൊണ്ടുപോയി. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാലഘട്ടങ്ങളിലെല്ലാം തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഉന്നതമായ കോൺഗ്രസ് നേതാക്കന്മാരുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അവരുമായി ബന്ധപ്പെട്ടാണ് Z കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു വീട്ടിൽ അനായാസം കടന്നു കയറി കയ്യിൽ കാപ്പുകെട്ടാനും പാരിതോഷികം കൈമാറുള്ള അവസരം കയ്യിലെത്തി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിതിന്റെ പിന്നിൽ നിൽക്കുന്ന ദുരൂഹതകൾ പലതും മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പല കുറ്റകൃത്യങ്ങളെയും കുറ്റവാളികളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്കാണ് ഈ പ്രദീപിനെ നിയമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2ാമത്തെ വിക്കറ്റ് ഈ ഗവൺമെന്റ് വീണിരിക്കുന്നു. ആദ്യം സണ്ണി ജോസഫിന്റെ അളിയൻ രാജിവെക്കേണ്ടി വന്നു. ഇപ്പോ ഇത് നിയമിച്ചത് ഉടൻ തന്നെ പിൻവലിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഈ ഗവൺമെന്റ് തുടക്കം മുതൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം ഭരണപരിചയമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ വിവിധ തലങ്ങളിലെ പിടിപ്പുകേടുകളും ആ ഗവൺമെന്റിന്റെ വീഴ്ചകളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കാണാം. രാജിവെച്ചുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. വീണ്ടും വിഷയങ്ങൾ ഉയർന്നു വരും, സംശയം വേണ്ട.